ഇന്നലെ ഇട്ട ഫോട്ടോ ലൈക്ക് ഒരാൾ ലൈക്ക് അടിച്ചിട്ട് ഇത് നല്ല ഫോട്ടോ ഉണ്ടായിട്ടാ പക്ഷെ പല്ലോക്കുവനെ ശരി നല്ല ശരിയാണ് ലൈക്ക് എൻ്റെ വകയിക്കോട്ടെ പക്ഷെ എന്നാലും വേറെ ലൈക്ക് ഉണ്ടായാലും നാണൊക്കെ ഉള്ളേ ആ സുനി നീ എന്ത് പരിപാടി എടുത്തറാ ഞാൻ ഒരു അടിപൊളി ഫോട്ടോ ഫേസ്ബുക്കിട്ട് നീ ലൈക്കോ കമന്റോ തന്നാ എത്ര ലൈക്കിടാ നീ ആരെല്ലാം കൊണ്ട് ലൈക്ക് ഇട്ടു ഒരു നാണക്കാട്ടില്ല എനിക്ക് നമുക്ക് മോശമല്ലേ ഞെട്ടിക്കുന്ന കമന്റ് ഇടണം കുറേ എഴുതിക്കോ കേട്ടോ മണ്ടോതിരി ഡൈവേഴ്സായി എന്ന് പറഞ്ഞാൽ ഭർത്താവ് പോയിന്നല്ലേ ഒഴിവാക്കിയതല്ലേ ആ ഒഴിവാക്കി ഇപ്പോൾ ഒറ്റ മോശമല്ല ആ ശരി ശരിടാ ഞാൻ വേറെ ആൾ വിളിക്കാൻ ശരി പിന്നെ കാണാം ആയിടാ ആ മോശമില്ല പരിപാടി ഡൈവേഴ്സായി അവളെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പോലും അത് ശരി ഡൈവേഴ്സ് മെസ്സഞ്ചറിൽ വോയിസ് കൊടുക്കാം മണ്ടു ഡൈവേഴ്സായി അല്ലേ കൺഗ്രാജുലേഷൻ താങ്ക്സ് ഒരു ട്രിപ്പ് പോയാലോ മസനക്കുട്ടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു അനുഭൂതിയാണ് മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര ആന ചവിട്ടി കൊല്ലാണ്ട് താമസി അതൊരു അനുഭൂതി തന്നെ മണ്ടോ എന്നെ ഇഷ്ടായിട്ടുണ്ടോ മണ്ടോ മോഹിച്ചു 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 നടന്ന ഞാൻ എന്താ പോയതാ അല്ല റേഞ്ച് തീരെ റേഞ്ചിൽ എനിക്ക് റേഞ്ച് കിട്ടുണ്ടോ ചെറുതായിട്ടുണ്ട് ഇവിടെ ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ കറക്റ്റ് സ്റ്റേബിൾ അല്ല സാധനം കാറ്റത്ത് റേഞ്ച് പോവോ ആ ഇരുന്നോടത്തിരിക്കും അപ്പൊ ഒരു പവർ കിട്ടും അവിടെ ഇവിടെ നടന്നാ കിട്ടൂല അത് അല്ല ചങ്ങാതി എവിടെ നിന്നാലും കിട്ടണില്ലേ കിട്ടൂന്നേ എന്തിനിപ്പൊ തിരക്ക് പിടിച്ച് റേഞ്ച് നോക്കണത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെസ്സേജ് അയക്കാണ്ടോ അത് പോണില്ല അപ്പതേ ഈ റേഞ്ച് ഇല്ലാത്തോണ്ടേ ഞാനിവിടെ തന്നെ ഒരു 200 രൂപ ഗൂഗിൾ പേ അയച്ചിട്ട് അവിടെയും കിട്ടിയിട്ടില്ല ഇവിടെ നിന്നും പോയി ഇതിപ്പോ ആരോടും മെസ്സേജ് കൊണ്ട് ഇതിപ്പോ കുറച്ച് നാളായിട്ടോ അപ്പൊ ഈ കളി തുടങ്ങിട്ട് ഈ റേഞ്ച് ഇല്ലാത്തേ ഈ കണക്ഷൻ മാറ്റണം കാശ് മേടിക്കലെന്നുള്ളോ ഇതാ വന്നല്ലോ എന്താ വൈകി ഞാനേ വേറെ പരിപാടി ഉണ്ടായി ഇതാരക്ക് ഈ മുടിയൊക്കെ നെയ്ത് തരുന്നേ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഇത് അതെ അതാര് ചെയ്തായിരുന്നു ഈ ഒറ്റക്ക് ചെയ്യാ അല്ല നമ്മളെ ബാർബർ ലക്ഷ്മണേട്ടനുണ്ടല്ലോ ലക്ഷ്മണ നമ്മുടെ ഫ്രണ്ടാണ് പൈസ ഒന്നും കൊടുക്കണ്ട ഇതിനെന്തിനാ പൈസ കൊടുക്കണ മുട്ടനാടിനെ പോലെ ആക്കാൻ അല്ല നല്ല പണിയുണ്ടേ ബാർബർ ലക്ഷ്മണേട്ടന് പണി പറയുമ്പോ ഞാൻ ആ കസേരയിൽ പോയിരിക്കും അത് ശരി പിന്നെ ഓല മടി നന്നായിട്ട് അപ്പൊ ഈ മടഞ്ഞിട്ടിട്ട് അടിപൊളിയാക്കും അത് ശരി ഇതൊരു കാര്യം അറിഞ്ഞോ ഇല്ല ഇവിടെ മണ്ടോതിരി ഡിവോഴ്സ് ആയിത്രേ എങ്ങനെ ആവാതിരിക്കും ഈ അവൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടാവുള്ള സഹിക്കാൻ പറ്റാതെ എന്താ ചാടാ അവള് ഈ പഞ്ചായത്തിലുള്ള സകലമാന ലൈറ്റും കത്തുന്ന ഇവളുടെ പവർ ഉണ്ടാ ആലോചിച്ചോക്ക് ആ ജാതിയ മുതലേ എന്തോ KCB പേരിനൊരു ജോലിയുണ്ട് എല്ലാരും പോള നോക്കിട്ട് നടക്കണം ഇവളുടെ വിചാരം 2 ദിവസം കുളിക്കാതെ ഒന്ന് നിന്നാ കാണാ കോലം ഞാനൊരു സത്യം പറയട്ടാ ഈ മണ്ടോതിന എനക്ക് വേണ്ടി അന്വേഷിച്ചു ആര് ഞാനല്ലാണ്ട് പിന്നെ എനക്കാരന്വേഷിക്കുന്നു പക്ഷെ ഓള അച്ഛൻ സുഗതൻ എന്താ പറഞ്ഞറിയാ ഓളെ വെറുതെ വിട്ടാലും
നിനക്ക് കഴിച്ചില്ല ഞാൻ കടലിൽ കെട്ടിത്താത്തല്ല കുഴപ്പമില്ല. ഇപ്പൊ ഏത് അച്ഛന്മാരായാലും പറയാ എന്നെ കണ്ടാല്. പക്ഷെ മണ്ടനാണ് അയാള്. ഇവിടെ കടലിൽ ഇവിടെ കായലും പോയല്ലേ. അത് ശരിയാ. പക്ഷേ ശരിയാ. പുക വീട്ടാനുള്ളതാണ്. എന്താ നീ കെട്ടാൻ പോണേണ? അല്ല ഞാൻ വീട്ടി. അങ്ങനെ ഓളെ കല്യാണ തലേന്ന് ഓളെ വീട്ടിൽ പോയി 2 ബിരിയാണി വെച്ചു. അതും പോരാ എന്റെ കല്യാണത്തിനന്ന് നന്നായിട്ട് പായസവും ചോറും കഴിച്ചു. അപ്പൊ ഉണ്ണി എന്തായാലും സൂതേട്ടൻ നിന്നെ അന്വേഷിച്ചു വരും. അവളെ ഇപ്പൊ ഈ സ്ഥിതിക്ക് നിനക്ക് കെട്ടിച്ചു തരാൻ ചെയ്യും. എന്റെ പട്ടി കഴിക്കും. അതിനൊന്നും പറഞ്ഞു വരണ്ട. ഞാൻ അതിനെ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ ഒഴിവാക്കും. ആ ഉണ്ണി യോയാണ് യങ്ങാണ്. ആ അതേ, അവളിപ്പോ ഈ അവസ്ഥയിലായ ഒരു സമയത്തെ എന്നോടൊരു നൂല് വലിക്കണ്ട അവള്. ആ വാട്സാപ്പിലൊരു മെസ്സേജ് എന്തായി എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സത്യം ലവ് ചിഹ്നമൊക്കെ ഞാൻ മൈൻഡ് ആക്കാനേ പോയില്ല. അങ്ങനെ വേണ്ടല്ല, അവള് നടക്കുമ്പോഴും ഇവിടെ ഇരുന്നേച്ച ആളുകളല്ലേ. ഇപ്പൊ അങ്ങനെ പിടുത്തം കൊടുക്കണ്ടേ. റേഞ്ചില്ലാത്ത വണ്ടാറത് പോവാത്തല്ലേ. അതേ, ഞാനൊരു രഹസ്യം പറയട്ടെ, ഒരാളോടും പറയാൻ നിൽക്കരുത്. രഹസ്യം പിന്നെ എങ്ങനെ പറയാ? അല്ല വേണ്ട, പരദൂഷണം പറഞ്ഞുണ്ടാക്കിയെന്ന് പറയും. പാറയുടെ ചങ്ങായി ഉള്ള കാര്യം തന്നെ അല്ല. ഇനിയിപ്പോ എന്താ? അതേ, ഇവളൊരാളെ കണ്ടെത്തി കല്യാണം കഴിച്ചല്ല, ഓവർസീറിന. ഈ ഓവർസീറിന് അവിടുത്തെ ഒരു ക്ലർക്കായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായി. ആ ഇവക്കാണെങ്കിൽ വേറൊരു ഉദ്യോഗസ്ഥനായിട്ടും 4 കൂടി കിടന്ന് പിണഞ്ഞ് മെഴുകി നാറിയിട്ടാണ് അവൻ ഇട്ടുകൊണ്ട് പോയത്. പിന്നെ ഒരു 5-10 കൊല്ലമല്ലേ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ അവന് ആഗ്രഹം ഉണ്ടാവൂലേ? ഇവളെന്ത് ചെയ്താ സമ്മതിക്കൂല. വലിയ കാലമാണോ? വലിയ കാലല്ലാന്ന്, കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവൾക്ക് പ്രസവിക്കാൻ പറ്റൂല, വയസ്സായി പോവല്ല. ഞാനിപ്പോ ടെസ്റ്റ് ശിശുവിന് പദ്ധതിയുണ്ടല്ലോ. എടാ, അത് അവര് കുടുംബമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ലേ, നമ്മൾ പീഡിയത്തിനാലിരുന്നാണ് അത് തീരുമാനിക്കണം. ഹലോ, എന്നെ അതെ, ആരും പോലും ഇല്ലാതെ ഐ ലവ് യു പറയാൻ വിളിക്കണ്ടാ. ചെല്ലടാ. എന്തിന് ഭാര്യനെ കിട്ടൂല മോളെ. ചെല്ലടാ, എന്താ ഓളുടെ കേട് അറിയാലോ. ചെല്ല് ചെല്ല് ചക്ക. എന്തേ, എന്താണ് വിളിച്ചത്? എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ആർക്കാന്നും പറഞ്ഞ മെസ്സേജ് എന്താ പണ്ടു കാണിക്കണ? താൻ ആർക്കാന്നും പറഞ്ഞ മെസ്സേജ്. എന്താണ് ഞാൻ എന്ത് ചെയ്ത്? അല്ല, തന്റെ വിചാരം എന്താ? ഒറ്റയ്ക്ക് താമസിക്കണ പെണ്ണുങ്ങളൊക്കെ മോശമാണെന്നാ? ആണാ? ആണാ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോ തന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? 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 സ്ത്രീകളോട് ഇങ്ങനത്തെ മെസ്സേജ് ആണ് താൻ അയക്കണത്? മേലാലുണ്ടാവൂല. അങ്ങനെ മേലാൽ ഉണ്ടാവൂലല്ലെന്നല്ല. അങ്ങനെ ചെയ്യാമോ? ഇല്ല, ചെയ്യാമോ? ചെയ്യൂല. അത് ചെയ്യാമോ? ഇനി മേലെ വല്ല മെസ്സേജും ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് പറ്റിപ്പോയതാണ്. പറ്റിപ്പോ മേലാലുണ്ടാവൂല. മേലാൽ ഇനി ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണ്. ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് വെച്ചോണ്ട് എല്ലാ പെണ്ണുങ്ങളെയും താൻ ആ കണ്ണി കൂടെ കാണുമൊന്നും വേണ്ട. മേലാലുണ്ടാവൂല. വണ്ടിയാവും. ആ, ഉണ്ടാവരുത്. ഞാനത് ആ കുടിക്കണോ ചായ? നിങ്ങളൊരു പണിയില്ലാതെ ഈ കടത്തിന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയണം. അയ്യോ, രണ്ടുപേരും അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഡിവോഴ്സ് ആയ സ്ത്രീകളെ കുറിച്ചൊക്കെ മോശമായിട്ട് ഇവിടെ ഇരുന്ന് പറയാന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരും. അല്ല, ഞങ്ങളും അങ്ങനെയല്ല, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഞാൻ ഈ പറയണത്. ഇനി ഇവിടുന്ന് ഒരാൾ എണീറ്റ് ഓടിയില്ലേ? ഉണ്ണിയാണ്. അവൻ തിരിച്ചു വരുമ്പോ പറഞ്ഞേക്ക് മസനഗുടി വഴി ഊട്ടിക്ക് പോകാനേ അവൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. ഞാൻ പറയാം. നിങ്ങൾക്ക് ഒഴിവില്ല. ഇനി മേല ഒരു മെസ്സേജ് എന്റെ ഫോണിൽ വന്ന അവൻ വിവരം അറിയുന്നു പറഞ്ഞേക്ക്. അതുണ്ടായോ? അത് ഞാൻ പറഞ്ഞു. എന്താ പന്നെ കാണിച്ചോള്? അതെന്നെ അവള് വിളിച്ചിട്ട് പറഞ്ഞ് വെയിലത്ത് നടന്നിട്ട് ഇവിടെ ഒക്കെ കറുത്ത പാടുകളെന്ന് പറഞ്ഞ് തൊട്ട് കാണിച്ചു തന്നാണ്. ഇവിടെ ഒക്കെ ഉണ്ട്, ക്ലിയർ ചെയ്യണത്. അത് ഞാൻ കണ്ട്. ഈ എന്ത് മെസ്സേജ് അയച്ചു? ഈ മെസ്സേജ് അയച്ചോ? എത്ര അയച്ചു? 2 വാക്ക്. 2 വാക്കിനപ്പൊ ഇതൊക്കെ കിട്ടിയത്? ഇന്നലെ ഒരു 11:30 കഴിഞ്ഞപ്പോ അവള് ഓൺലൈനിൽ കണ്ടപ്പോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു. മതിയല്ലോ. അത് ശരി.
പടച്ച റബ്ബേ റേഞ്ച് ഇല്ലാത്ത ചില സമയത്ത് ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. എന്റെ മെസ്സേജ് പോയില്ല. എന്താ കോയക്കെ മെസ്സേജ് വിട്ടാവുക്ക്? അല്ലടാ ഞാൻ അങ്ങനല്ല, അങ്ങനത്തെ അല്ല. ഞാന് ഓളിങ്ങനെ ഒറ്റക്ക് ഇരിക്കാണല്ലോ. ഞാൻ പറഞ്ഞു ഈ ഏകാന്തത ബോറടിക്കുണ്ടോന്ന് മാത്രം ഞാൻ ചോദിച്ചു. അല്ല തെറ്റിദ്ധരിക്കാതെ മതി. അപ്പൊ എന്ത് ധരിച്ചിട്ടാണ് കോയക്ക് അത് വിട്ടത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, വെറുതെ ഇട്ടാണ്. പോയില്ല. അത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യ്. എവിടെ? അല്ല ഇത് ഏതിലാ അയച്ചത്? ഇൻസ്റ്റയില്. അതാ ഇത് റേഞ്ച് വന്നപ്പോ സെൻഡ് ആയിട്ടുണ്ടല്ലോ. ഇത് അവള് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്തതുകൊണ്ട് എന്റെ മുഖത്താവോ? അത് ചെക്കൻ മാഷാണ്. അല്ല കോളേജിലല്ല, സ്കൂളിലും അല്ല. അത് ട്യൂഷൻ പഠിപ്പിക്കണ പിള്ളേരാ മാഷ. വീട്ടിലിരുന്ന് കുറെ പിള്ളേർ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നല്ല നല്ല ആലോചനയാണ്, നല്ല ആലോചന. നടത്തിയെന്തുകൊണ്ട് നല്ലത്. നോക്കാം. ശരി. എന്താണ് സുഖം ഈ മാങ്ങ പറിക്കുന്ന നടക്കണേ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നു? അല്ല എന്തായി നമ്മളെ കാര്യം? എന്തേ കൊച്ചിനെ ഇറക്കി വിടണ്ടേ ഇവിടുന്ന്? നീ ഒരു ഒറ്റക്കാരനല്ലേ ഞാൻ അവളെ വിശ്വസിച്ച് അവനെ കെട്ടിച്ചു കൊടുത്തത്? എന്താ സുഖം അങ്ങനെ പറയണേ? നീ അന്ന് എന്താ പറഞ്ഞു? 10 10 പൊരുത്തുണ്ട്. കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, സർക്കാർ ജോലിക്കാരൻ, പോരടിക്കാൻ വീട്ടിൽ അമ്മായിയമ്മയില്ല. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്ത്. എന്നിട്ടിപ്പോ എന്തായി? രണ്ടും രണ്ടോടത്തിലായില്ലേ? അതാണ് ഇപ്പൊ സുഖത്തിന്റെ പ്രശ്നം. പിന്നെ പ്രശ്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, വേറെ നല്ല ചെക്കനുണ്ട്. സർക്കാർ ജോലിയില്ല, സർക്കാർ ജോലി എന്നല്ല, ഒരു ജോലിയില്ല. അത്യാവശ്യം പുക വിളിക്കും, 2 അടിക്കും. പിന്നെ അടിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല, കൂട്ടുകാരും ചീട്ട് കളിക്കും മാത്രമേ ഉള്ളൂ ഈ പുകയും അടിയൊക്കെ. പിന്നെ വീട്ടിൽ അമ്മായിയമ്മ ഉണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ആലോചിച്ചാലോ? മനുഷ്യൻ ഇവിടെ നെഞ്ഞു നീറിയിരിക്കുമ്പോ വന്നിട്ട് ഇമാര് കോസ്രാകൊള്ളിത്തിന് വർത്താനം പറയരുത്. എന്റെ സുഖേട്ടാ, നിങ്ങൾ പിന്നെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ എന്ത് പറയും? ഇപ്പൊ ഇവരുടെ സ്വഭാവം നമുക്ക് ചൂന്ന് നോക്കാൻ ചക്കയും വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് നോക്കായിരുന്നു. അല്ല അപ്പൊ അവളുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കെട്ടാനാവും. ഇപ്പൊ നമ്മുടെ മോക്ക് ചേർന്ന ഒരു സാധനം എന്റെ വന്നിട്ടുണ്ട്. നല്ലൊരു ചേക്ക, മോളെ പോലെ തന്നെയാണ്. ദിവസമാണ്. ജാതകമൊന്നും വേണ്ട, ജാതകം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജാതകമൊന്നും വേണ്ടെന്ന് നമുക്ക്. ഇപ്പൊ നമുക്ക് മിലിറ്ററിക്കാരനാണ്, മിലിറ്ററിയാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്, അതേ ഉള്ളൊരു ചെറിയ പ്രശ്നം. അത് നമ്മൾ മേടിക്കണ്ട. കുട്ടി അവന്റെ ഭാര്യയുടെ കൂടെ പോയിട്ടുണ്ട്. നല്ല പേരാ, പട്ടാള കാശ്മീരില. അതെന്താ കാരണം? അത് പെട്ടി ശരിയല്ല, അവള് ശരിയല്ല. അവള് ഭയങ്കര മോശക്കാരി, അവള് കുഴപ്പക്കാരി. പാവം ചെക്കൻ ഒരുപാട് അനുഭവിച്ചു. അല്ല 2ാം കെട്ട് പറയുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ 3 കെട്ടിയില്ലേ, എന്ത് പ്രശ്നം ഉണ്ടായി? ഒരു കുഴപ്പമില്ല. മണ്ടോതിരൊന്ന് വരട്ടെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അല്ല സംസാരിക്കേണ്ട ആവശ്യമില്ല, അവളെ ഇവിടെ പരിനിർത്തി ഇരുത്താനൊന്നും പോവില്ല. കെട്ടിച്ചു വിട്ടേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം. ഇത് വൈകുന്തോറും വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ടു ഇല്ല, എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. ശരി എന്നാ. അല്ല സുഖേട്ടാ, വേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കും സുഖേട്ടാ. ഇത് ഇന്നത്തെയാണ് ഭാഗ്യം. എനിക്ക് ഭാഗ്യമുള്ള സമയമാണെങ്കിൽ എന്റെ മോള് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കില്ലല്ലോ. ഇത് വിടാതെ മനസ്സിട്ടേക്കല്ലേ. ഇത് ഇതിന്ന് പറഞ്ഞ എടുക്കും സുഖേട്ടന്. അല്ല അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. പൈസ തരണ്ട. പൈസ വേണ്ട, എനിക്ക് കമ്മീഷൻ ആയിട്ട് വന്നാൽ ഇതിന്റെ പൈസ തരണ്ട. അതാ കയ്യിലില്ല. അതാ മോള് വരണം. അപ്പൊ 500-ഉം ഇത് 40-ഉം. 540. പിന്നെ വൈകിട്ട് ചെറുക്കനെ ആരെങ്കിലും കുത്തിക്കൊണ്ട് പോകും. നടക്കല്ലേ? നടത്താൻ പറ്റിയ അച്ഛാ, എന്തിനാ ബ്രോക്കർ വന്നേ? അത് കല്യാണക്കാര്യം പറയാൻ. ആർക്ക്? അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്കിനി കല്യാണം ഒന്നും വേണ്ടാന്ന്. അല്ല ആദ്യം കൊടുന്ന ആലോചന അങ്ങനെയായിരുന്നു കരുതിയിട്ട് ചിലപ്പോ ഈ ആലോചനയാണെങ്കിലോ. ശരി എന്റെ പൊന്നച്ഛ, എനിക്കിനി കല്യാണം വേണ്ട. ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയ, എനിക്ക് പറ്റിയ ഒരാളാണെന്ന് തോന്നിയ അപ്പൊ ഞാൻ അച്ഛനോട് പറയാം. അല്ല കുട്ടി, എനിക്ക് സുഖമില്ലല്ലോ. സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. അതല്ല, എനിക്ക് സുഖമില്ലാണ്ട് എന്തെങ്കിലും പറ്റിയ പിന്നെ നീ ഒറ്റയ്ക്കാവില്ലേ? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഡിവോഴ്സ് എന്ന് പറയണത് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. ഇപ്പൊ ഞാൻ നല്ല സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അച്ഛന് സമാധാനം ഉണ്ടാവില്ലല്ലോ മോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാണ്. ഇനി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. എന്തെങ്കിലും ഒരു ആഗ്രഹം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അച്ഛനെ അറിയിക്കാം. മതിയോ? ആ, മാങ്ങ പറിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും നോക്കി നിക്കണേന്ന് തിരിച്ചങ്ങോട്ട്. ആ,
തിരക്ക് കുറവല്ലേ? സാധാരണ നല്ല തിരക്കുണ്ടാവില്ലേ? അതെ അതെ. എത്രയും സാറേ? 1700 ഉണ്ടാവും. കറക്റ്റാ. ബില്ല് കുറച്ച് കൂടുതലാട്ടോ. ഉപയോഗിച്ചതിന്റെ ബില്ലല്ലേ വന്നിട്ടുള്ളൂ. തമിഴ്നാട്ടിലൊന്നും ഇത്ര ബില്ലില്ലല്ലോ. എന്നാ പിന്നെ തമിഴ്നാട്ടിൽ പോയി അടച്ചൂടെ? അല്ല അങ്ങനെയല്ല പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. ഇന്ന് തിരക്ക് കുറവാ അവിടെ അല്ലേ? അതെ, തിരക്കിത്തിരി കുറവാ. എന്താ നോക്കുന്നത്? അല്ല ഇവള് വന്നിട്ടോന്ന്? ആര്? മറ്റേ നിങ്ങളെ സ്റ്റാഫില്ലേ? ആരാ? മണ്ടോതിരി എന്ന് പറഞ്ഞ സ്റ്റാഫില്ലേ ഇവിടുത്തെ? മണ്ടോദരിയോ? ആ മണ്ടോതിരി മേഡം. ഓ, മണ്ടോദരി മേഡം. ഇവിടെ സുഖചേട്ടന്റെ മോളാണല്ലോ. ഓരെ തൊട്ട വിടാ ഞാൻ. മുഹമ്മദ് മനസ്സില്ല ഞാൻ. ആണല്ലേ? മൊയ്തു. അവരിന്ന് ലീവാ. ലീവാ? അതെ അതെ. അത് ലീവാ ഇത്? നിങ്ങൾ അയൽവക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണേ. ആ, എന്നാ ഇവിടെ ഇല്ല കേട്ടോ. ഇല്ലല്ലേ? ഇല്ല ഇല്ല. അതെ, ആ, അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഒരു കാര്യം ചോദിക്കാം. എന്ത് ജിജ്ഞാസ? ഇവിടെ ഒത്തിരി അങ്ങോട്ടൊന്ന് തട്ടിപ്പോ. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ഈ മണ്ടോതിരിക്കേ ആ, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷനാ? ആ എന്തെങ്കിലും ഡിങ്കോൾഫി ഉണ്ടോ ഇവിടെ? ഡിങ്കോൾഫ്? എന്ത് ഡിങ്കോൾഫ് ഉണ്ട് ഇവിടെ? അല്ല അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതിന്റെ പേരിലാണ് ആ ഓള് ഡൈവേഴ്സ് ആയി നാട്ടിലൊക്കെ ഒരു ചർച്ച ഉണ്ടേ. ആ അതിൽ വല്ല നേരുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ആ, നേരിന്റെ അവർക്ക് മനസ്സിലാവും അത്. അല്ല അതെ, ആ, അങ്ങനെയാണെങ്കിൽ ആ കക്ഷി ആരാന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓ, അത് നിങ്ങൾക്കറിയോ? കക്ഷി ആരാന്നറിയണം അല്ലേ? ആ അതറിയാൻ പറ്റും. ആ നിങ്ങളെ അപ്പുറത്ത് പോകുമ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമെന്റ് ഒരു ബോർഡും വെച്ച ഒരാളിരിപ്പുണ്ട്. അവരോട് ചോദിച്ചവർ പറഞ്ഞു ഉപരി പറഞ്ഞു പറഞ്ഞു വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നേരെ കടയിൽ പോവുക. കടയിൽ പോയിരുന്ന് വെള്ള പേപ്പർ വാങ്ങും. അതിൻ്റെ അകത്ത് ഒരു അപേക്ഷ എഴുതുക. എന്നിട്ടൊരു 10 രൂപയുടെ കോട്ടവി സ്റ്റാമ്പ് പൊടിച്ച് മൂപ്പര് കൊടുത്താൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. 30 ദിവസം കൊണ്ട് മറുപടി കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മൂപ്പരോട് പറഞ്ഞാൽ മതി, മൂപ്പര് പറഞ്ഞു തരും. ഇയാളെ ഇളക്കുക, ഇയാളെ ഇളക്കുക. എന്തേലും ഇപ്പൊ അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചാൽ അതിന് 1 മാസം കഴിഞ്ഞിട്ടാണ് വിവരം അറിയല്. ഈ കേസ് മറ്റേ ഞങ്ങൾ കണക്ഷൻ കൊടുക്കുക. അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ആ, അറിയില്ല. അന്വേഷിക്കാൻ വന്ന ഒരാള് തൊട്ട അയൽവക്കല്ലേ, പോയി ചോദിച്ചോക്കറോ. പക്ഷെ എനിക്കിപ്പോ കാര്യം പിടിയിട്ടിരിക്കണം. ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? ഇജ്ജന്നല്ല കക്ഷി? ഇജ്ജന്നല്ലേ? നോക്ക്, മീശ കുത്തി പൊടിച്ച് പൊടിക്കും ഞാൻ. എന്താക്കും? ഞാൻ ഇവിടെ ഇത് വേലിക്കപ്പുറത്താണല്ലോ, പൊട്ടിക്കും ഞാൻ കേട്ടോ. മനസ്സിലായിട്ടാ? ഇയാൾ എന്ത് തോന്നിയ പറയുന്നത്? തോന്നിയാസം മര്യാദക്ക് പെരുമാറാൻ പഠിച്ചോണ്ടി കേട്ടോ. അല്ലാണ്ട് പിന്നെ എന്താക്കും? എന്താക്കും? ചോക്കടിപ്പിച്ച് കൊല്ലും ഞാൻ, പോയിക്കൊള്ളാ. ഇലക്ട്രിസിറ്റിക്കാർക്ക് എപ്പോഴുള്ള ഒരു ഭീഷണിയാണ്. കൊല്ലു. മനസ്സിലായിക്കണ? ഇജ്ജ് തന്നെയാണ് അക്ഷയ്, ബാക്കി തന്നെ എത്തി കേട്ടോ. കള്ള സുഹറ ശരിയായി തരാം.